ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മക്രോണിയുടെ റെസിപ്പിയാണ്. ഡീറ്റെയിൽസൊക്കെ മിസ്സാകാതിരിക്കാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണൂ കേട്ടോ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിനുശേഷം ഒന്ന് തിളയ്ക്കാറാവുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് ഓയിലും ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മക്രോണിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ സ്റ്റിക്കായിട്ട് ഏത് പാത്രത്തിലാണെങ്കിലും ശരി താഴത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. മക്രോണി വേവാകുമ്പോൾ നമ്മളൊരു ഡ്രെയിൻ ചെയ്യാനായിട്ട് ഒരു ഓട്ടയുള്ള പാത്രത്തിലോട്ടാണ് ഞാൻ വെച്ചത്. അതിൽ കുറച്ച് വെള്ളം, തണുത്ത വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്തിനാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് നല്ലതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. ഈ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. വെജിറ്റബിൾസ് എന്ന് പറയുന്നത് സവാള, ടൊമാറ്റോ, ക്യാരറ്റ്, ബീൻസ്, ഇത്രയും ഐറ്റംസാണ് ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല പൗഡർ, ഇത്തിരി ഗരം മസാല പൗഡർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്ത കൂട്ടത്തിൽ ക്യാപ്സിക്കം ചെറിയ പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്യാബേജോ കോളിഫ്ലവറോ എന്ത് വേണേലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ബോൺലെസ് ആണ്. അത് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് ഞാൻ വേവിച്ചതാണ്. അതും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് സോസ്, പാക്കറ്റ് സോസ് എൻ്റെ അടുത്ത് അവൈലബിൾ ആയിരുന്നു. ചെറിയ പാക്കറ്റിൻ്റെ സോസിൽ അതൊരു 2 പാക്കറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. മാഗിയുടെ ചിക്കൻ ക്യൂബ്സും ആഡ് ചെയ്ത് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മക്രോണി ആഡ് ചെയ്യാം. മക്രോണി ഈ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒട്ടത്തൊന്നുമില്ല. അങ്ങനെ മക്രോണി ആഡ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളത് തുറക്കുമ്പോൾ അടിപൊളി രുചികരമായിട്ടുള്ള മക്രോണി മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിൽ മസാല ഇച്ചിരി കുറവ് നിങ്ങൾക്ക് തോന്നും. ഇവിടെ മോൾക്ക് അധികം എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.